കശ്യപ് കിട്ടില്ല. എസ് എ സൂര്യൊക്കെ പോലെ ഒരു ഓറയുണ്ട്. ഭയങ്കര രസം, സൂപ്പറായിട്ടുണ്ട്. ഒരു വെറൈറ്റി സബ്ജക്ട്. മേക്കിങ്ങിനെക്കാട്ടും ബാക്ക്ഗ്രൗണ്ട് ഡ്രഗ്സ് വിജയൻ്റെ കിട്ടിലോ പക്കയാണ്. ആ എഫക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നത് രസം. എല്ലാവരും നല്ല ആക്ടിങ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, ഉണ്ണിമായ, ദർശന രാജേന്ദ്രൻ, വിഷ്ണു, വാണി വിശ്വനാഥ് തുടങ്ങിയ വമ്പൻ താരനിരകൾ, ഒപ്പം നമ്മുടെ അനുരാഗ് കശ്യപ്, ഇവരെല്ലാം അണിനിരത്തിക്കൊണ്ട് ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഒത്തിരി താരങ്ങളുണ്ടല്ലോ. ആരാണ് ഷൈൻ ചെയ്തത്? എല്ലാവരും നല്ല ആക്ടിങ്. കേട്ടില്ല. ദിലീഷ് പോത്തനെ അടിപൊളി കിടക്കി. കുഴപ്പമില്ല. ഒരുപാട് താരങ്ങളുണ്ടല്ലോ, അപ്പം ആരാ സ്കോർ ചെയ്തത്? ദിലീഷ് പോത്തനാണ്. സൂപ്പറായിട്ടുണ്ട്, നല്ല ആക്ടിങ്. ആഷിഖ് കപൂറിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഒരു വെറൈറ്റി സബ്ജക്ട്. ഇതുവരെ പറയാത്ത രീതിയിലുള്ള സബ്ജക്ട്. അതെ അതെ. സാധാരണ ശ്യാം പുഷ്കറിന്റെ ഒക്കെ ചിത്രം ഒരു സ്ലോ മൂഡിലാണല്ലോ. മൂഡ് ഹൈലി ത്രില്ലിംഗ് മൂഡിലാണ്. അതാണ് എല്ലാം ഒത്തിരി താരങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വാണി വിശ്വനാഥൊക്കെ അതിനകത്ത് പഴയകാല വാണി വിശ്വനാഥ് നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, തീർച്ചയായും. അതല്ല, ആ ഒരു ആക്ഷൻ മൂഡിലാണ് വാണി വിശ്വനാഥ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഫുള്ള് വെടിവെപ്പാണ്. ദിലീഷ് പോത്തനാണ് കലക്കുന്നത്. വിജയരാഘവനും കുഴപ്പമില്ല. ദിലീഷ് പോത്തനാണ് റോൾ ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. അതെ. കോമഡിയൊന്നുമല്ല, കോമഡി സബ്ജക്റ്റ് അല്ല. പീരിയോഡിക് കഥ പറയുന്നത്. അതെ അതെ അതെ, പഴയകാല ഒരു കഥയാണ്. ഇങ്ങനെ ഈ ക്രിസ്മസ് നമുക്ക് ഒരു അടുത്തൊരു ആക്ഷൻ പടം നാളെ ഇറങ്ങുന്നുണ്ട്, മാർക്ക് എന്ന് പറഞ്ഞത് ഉണ്ണിമുഖത്തിൻ്റെ പടം. അപ്പോൾ അതിനൊരു വെല്ലുവിളി ആവാൻ ചാൻസ് ഉണ്ടോ? അതൊന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല. എന്നാലും വാച്ചോളാം. ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല സാധനം. ഒരുപാട് താരങ്ങളുണ്ടല്ലോ. വിജയരാഘവനുണ്ട്, ദിലീഷ് പോത്തനുണ്ട്. അപ്പോൾ ആരാണ് ഷൈൻ ചെയ്തേക്കുന്നത്? ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, പിന്നെ അതാണ് അനുരാഗ് കശ്യപ് കിട്ടില്ല. മാസാണ് പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻ പ്രസൻസ്. അത് എസ് എ സൂര്യൊക്കെ പോലെ ഒരു ഓറയുണ്ട്. ഭയങ്കര രസം. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രധാന കഥാപാത്രമൊന്നുമില്ല. ഇതൊരു കുടുംബത്തിൻ്റെ കഥ, ഒരു ക്ലബിൻ്റെ കഥയാണ്. അതിൻ്റെ പീരിയോഡ് ഇന്ന കാലഘട്ടത്തിൽ നടത്തുന്ന പരിപാടിയാണ്. അത് രസമാണ്. മേക്കിങ്ങിനെക്കാട്ടും ബാക്ക്ഗ്രൗണ്ട് ഡ്രഗ്സ് വിജയൻ്റെ കിട്ടിലോ പക്കയാണ്. ആ എഫക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നത് രസം. വെടിവെപ്പും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോമഡി ഉണ്ട്. കുറെ നല്ല എടുക്കിട്ട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഹനുമാൻ കൈൻഡ് എങ്ങനെയുണ്ട്? ഹനുമാൻ്റെ പക്ക നെഗറ്റീവ്. അല്ല, തമിഴ് വേറെ പടം. ഒരു നല്ലതാ, പുള്ളി രസമാണ്. കുഴപ്പമില്ല. ഒരുപാട് താരങ്ങളുണ്ടല്ലോ പടത്തിൽ, അവർക്കെല്ലാം ഉള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വിജയരാഘവന്, ദിലീഷ് പോത്തനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല. ആരാ അതിൽ സ്കോർ ചെയ്തത്? ദിലീഷ് പോത്തൻ തന്നെ. വാണി വിശ്വനാഥൊക്കെ ഉണ്ടല്ലോ. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? അവരുടെ ശ്യാം പുഷ്കറിനൊക്കെ ആണല്ലോ ചെയ്തേക്കുന്നത്. അവർ നോർമൽ മൂഡിലാണോ പോകുന്നത് അതോ സ്പീഡിലാണോ? ആവറേജ് പടമാണ്. എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ കൊള്ളാം, കുഴപ്പമില്ല. ആക്ഷനൊക്കെ ആക്ഷനായിട്ടൊന്നുമില്ല, എല്ലാം ഫയറാണ്, വെടിവെപ്പാണ്. റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം മാർക്കോയ്ക്ക് ഒരു വെല്ലുവിളിയാകുമോ എന്ന് അറിയത്തില്ല. ഈ ചിത്രം നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.